ഇതിഹാസങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് രാമായണം. രാമന്റെ യാത്രയാണിത്. നിരവധി രാമായണങ്ങളുണ്ട്. ഈ രാമായണത്തിലെ കഥകളെപ്പറ്റി കേൾക്കാത്തവരോ അറിയാത്തവരോ ഉണ്ടായി എന്ന് വരില്ല. രാമായണ യുദ്ധത്തെപ്പറ്റിയും കേട്ടിരിക്കുമല്ലോ. ഈ യുദ്ധത്തിനൊക്കെ മൂല കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഒരു സ്ത്രീയാണ്. അതിനെപ്പറ്റി കേട്ടാലോ? വനവാസകാലത്ത് ശ്രീരാമൻ അയോധ്യയിലെ ദണ്ഡകാരണ്യം എന്ന അതിവിശാലമായ ഒരു വനത്തിൽ വസിക്കുകയായിരുന്നു. അരുമ പത്നിയായ സീതയും പ്രിയങ്കരനായ സഹോദരൻ ലക്ഷ്മണനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ദണ്ഡകാരണ്യത്തിലെ പഞ്ചവടി എന്ന വളരെ മനോഹരമായ ഒരു സ്ഥലത്തായിരുന്നു അവരുടെ കുടിൽ. ദണ്ഡകാരണ്യത്തിന്റെ പ്രാന്തപ്രദേശത്ത് ശൂർപ്പണഖ എന്നു പേരുള്ള ഒരു രാക്ഷസി അവളുടെ സഹോദരനോടും അസഖ്യം പരിചാരകന്മാരോടൊപ്പം താമസിച്ചിരുന്നു. രാക്ഷസ രാജാവായിരുന്ന രാവണന്റെ ഒരേ ഒരു സഹോദരിയായിരുന്നു അവൾ. ഒരു ദിവസം വനത്തിലെ സന്യാസി വര്യന്മാർ രാമന്റെ അടുത്ത് ചെന്ന് രാക്ഷസന്മാർ തങ്ങൾക്ക് ഒരു മഹാശല്യമായി തീർന്നുവെന്ന് അറിയിച്ചു. അവർ ധാരാളം സന്യാസിമാരെ വകവരുത്തുകയും അവരുടെ ആശ്രമങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി രാക്ഷസന്മാരെ തടയാമെന്ന് വാഗ്ദാനം നൽകി രാമൻ സന്യാസിമാരെ തിരികെ അയച്ചു. രാക്ഷസന്മാർ തമ്പടിച്ചിരുന്ന സ്ഥലത്തേക്ക് രാമനും ലക്ഷ്മണനും ചെന്നു. വാസ്തവത്തിൽ രാക്ഷസന്മാർ അവരുടെ ജന്മനാടായ ലങ്കയിൽ നിന്നുള്ളവരായിരുന്നു. ലക്ഷ്മണനോടൊപ്പം ചേർന്ന് രാമൻ അനേകം രാക്ഷസന്മാരെ കൊന്നൊടുക്കി. പോര് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാമനെ കണ്ട ശൂർപ്പണഖ അദ്ദേഹത്തിന്റെ ലാവണ്യത്തിൽ മോഹിതയായി. അയാളെ വിവാഹം കഴിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. അടുത്ത ദിവസം വളരെ സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷത്തിൽ ശൂർപ്പണഖ രാമന്റെ പഞ്ചവടിയിലുള്ള കുടിലിൽ എത്തിച്ചേർന്നു. ഈ സമയം അദ്ദേഹം മുറ്റത്ത് ഉലാത്തുകയായിരുന്നു. ശൂർപ്പണഖ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് തന്നെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അവളെ വിവാഹം ചെയ്യാൻ രാമൻ ഒരുക്കമായിരുന്നില്ല. അതിയായ ശുണ്ഠിയോടെ അദ്ദേഹം അവളുടെ നിർദ്ദേശം നിരാകരിച്ചു. അദ്ദേഹത്തിന്റെ നിരാകരണം അവൾക്ക് താങ്ങാനായില്ല. തന്റെ നിർദ്ദേശം നിരസിക്കപ്പെട്ടതിന്റെ കാരണം സീതയാണെന്ന് ചിന്തിക്കയാൽ അവൾക്ക് സീതയോട് അതിയായ ദേഷ്യം തോന്നി. സീത അപ്പോൾ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. തന്റെ യഥാർത്ഥ രൂപം കൈക്കൊണ്ടുകൊണ്ട് ശൂർപ്പണഖ സീതയെ കൊന്നുകളയുന്നതിന് വേണ്ടി സീതയുടെ നേരെ പാഞ്ഞു. കുടിലിനകത്തിരിക്കുകയായിരുന്ന ലക്ഷ്മണൻ ആകസ്മികമായ അപകടത്തെ തിരിച്ചറിഞ്ഞ് സീതയുടെ അരികിലേക്ക് അവളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഓടി വന്നു. രാക്ഷസി കഷ്ടിച്ച് സീതയുടെ അടുത്തെത്തിയതേയുള്ളൂ. അപ്പോഴേക്കും ലക്ഷ്മണൻ ക്ഷണനേരം കൊണ്ട് വാൾ ഉറയിൽ നിന്നും എടുത്ത് അവളുടെ മുഖത്തിനു നേരെ ഒറ്റ വീശ്. ആ വെട്ടിൽ മൂക്കറ്റുപോയ ശൂർപ്പണഖ വേദന കൊണ്ട് അലറി വിളിച്ചു. അറ്റുപോയ മൂക്കിനെയും കയ്യിലെടുത്ത് ഉറക്കെ കരഞ്ഞുകൊണ്ട് ശൂർപ്പണഖ അവിടെ നിന്നും ഓടിപ്പോയി. അതിനുശേഷം പിന്നീടൊരിക്കലും അവർക്ക് അവളെ കൊണ്ട് ശല്യമുണ്ടായതേയില്ല. പക്ഷേ മൂക്കുമുലയും ഛേദിക്കപ്പെട്ട ശൂർപ്പണഖ നേരെ ചെല്ലുന്നത് തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്കാണ്. പിന്നീട് ഇത് രാവണൻ അറിയുകയും രാമായണ കഥയിൽ നടന്നിട്ടുള്ള മറ്റ് പൊല്ലാപ്പുകൾക്കെല്ലാം തുടക്കം ഇവിടെ കുറിക്കപ്പെടുകയും ചെയ്യുന്നു.